Today we will discuss magnetic moment of an electron. In the last class we discussed about vector atom model and the 7 quantum numbers: principal quantum number n, orbital quantum number L, spin quantum number S, total angular momentum quantum number J, and the projection of orbital angular momentum quantum number, that is magnetic orbital quantum number ML, magnetic spin quantum number MS, and magnetic total angular momentum quantum number MJ. What are the possible values those quantum numbers can take, and what are the implications they made? Okay, that is all about the vector atom model. And now in this class we will discuss about the magnetic moment of an electron. So whenever you have a charged particle, moves in a current loop, moves in a circular orbit, it is equivalent to a current loop. Moves in a circular orbit, it is equivalent to a current loop. ഒരു കറണ്ട് ലൂപ്പിനോട് സെയിമാണ്. കാരണം ഒഴുകുന്നത് ചാർജുള്ള സാധനമാണ്. അതൊരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ദ ഫ്ലോ ഓഫ് ചാർജസ്. ഫ്ലോ ഓഫ് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടാണ്. സോ ഇറ്റ് ഈസ് ഈക്വലന്റ് ടു എ കറണ്ട് ലൂപ്പ്. ദാറ്റ് മീൻസ് ഇഫ് യു കൺസിഡർ ദ ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ്, around the nucleus, something like, say, this is nucleus and this is an electron. It is orbiting around the nucleus in an orbit of radius, say, r. Radius r ഉള്ള ഒരു ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു എന്ന് കരുതുക. Then this motion of electron is equivalent to a current loop, and current can produce a magnetic field. Okay, a current loop can produce a magnetic field. ഇത് നിങ്ങൾ +2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. A current loop will produce a magnetic field. That is, a charge in circular motion will behave like a magnet. A magnetic field produce ചെയ്യുന്ന പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം it will behave like a magnet. ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യും. So it will have a magnetic moment. അതാണ് അതിൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണിന് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, മാഗ്നറ്റിക് മൊമെന്റ് യൂഷ്വലി നമ്മൾ പറയുക മാഗ്നറ്റ്സിനാണ്. ഓക്കെ, മാഗ്നറ്റ്സ് ഇൻ ദ സെൻസ് ദേ ക്യാൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റ്സ് ആണ് സാധാരണ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷെ മാഗ്നറ്റ്സിന് പുറമെ നിങ്ങൾക്കറിയാം ഒരു കറണ്ട് ക്യാരിങ് വയറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ കറണ്ട് ക്യാരിങ് വയർ ലൂപ്പ് ക്യാൻ ആക്ട് ആസ് എ മാഗ്നറ്റ്. ഇപ്പം നിങ്ങളൊരു കറണ്ട് ഒഴുകുന്ന വയറുണ്ടെന്ന് വിചാരിക്കുക. You have a current loop and the current is flowing in the anti-clockwise direction. Then this side will be north pole. Face or the side facing us is north pole. Opposite side will be south pole. എങ്ങനെയാണ് പോൾ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ എന്ന് എഴുതുകയാണെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ് എൻ എന്ന് എഴുതുന്ന സമയത്ത് അതിൻ്റെ രണ്ട് എൻഡിലും ആരോ ഇട്ടാൽ ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ആൻറ്റി ക്ലോക്ക് സെൻസ്. ആൻഡ് ഇഫ് യു റൈറ്റ് എസ് ആൻഡ് പുട്ട് ആരോ ബോത്ത് സൈഡ്, ദാറ്റ് വിൽ ബി ക്ലോക്ക് വൈസ്. അപ്പോൾ നിങ്ങളൊരു ലൂപ്പ് എടുത്തിട്ട് ആ ലൂപ്പ് നിങ്ങളുടെ ഫേസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് ഒഴുകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് കാണുന്നതെങ്കിൽ ആ സൈഡ് നോർത്ത് പോൾ പോലെ ബിഹേവ് ചെയ്യും. അപ്പം ഓപ്പോസിറ്റ് സൈഡിൽ പോയി നോക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അറിയാം അത് ക്ലോക്ക് വൈസ് ആണ് ഫീൽ ചെയ്യുക. ക്ലോക്ക് വൈസ് ആണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് സൗത്ത് പോൾ പോലെ ബിഹേവ് ചെയ്യും. അപ്പോൾ ഒരു കറണ്ട് ലൂപ്പിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും.
യൂഷ്വലി മാഗ്നറ്റിക് ഫീൽഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക മാഗ്നറ്റ്സ് ആണ്. മാഗ്നറ്റ്സിന് നമുക്കൊരു നോർത്ത് പോളും സൗത്ത് പോളും പറയാൻ പറ്റും, ബാർ മാഗ്നറ്റ് ഒക്കെ ആണെങ്കിൽ. അതുപോലെ തന്നെ ഒരു കറണ്ട് ലൂപ്പിനും നിങ്ങൾക്കൊരു നോർത്ത് പോളും സൗത്ത് പോളും പറയാൻ പറ്റും. എങ്ങനെയാണ് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കറണ്ട് ലൂപ്പ് നിങ്ങളുടെ നേർക്ക് പിടിക്കുക. ആ കറണ്ട് ലൂപ്പിൽ അപ്പോൾ കറണ്ട് ഒഴുകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ദാറ്റ് ഈസ് നോർത്ത് പോൾ. ഇഫ് ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ് ദാറ്റ് ഈസ് സൗത്ത് പോൾ. അപ്പോൾ ഇത് മറക്കാതിരിക്കാനായിട്ട് ഇത്ര ആലോചിച്ചാൽ മതി. എൻ ഇട്ടിട്ട് രണ്ട് സൈഡിൽ ആരോ ഇട്ടാൽ ഇറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, എസ് ഇട്ടിട്ട് രണ്ട് സൈഡിൽ ആരോ ഇട്ടാൽ ഇറ്റ് ഈസ് ക്ലോക്ക് വൈസ് സെൻസ്. അങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ സോളിനോയിഡിലെ കറണ്ട് ഒഴുകുമ്പോഴും, സോളിനോയിഡ് ഒരു ബാർ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ വർഷം. നമ്മളൊരു സോളിനോയിഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ യൂണിഫോംലി വൗണ്ടഡ് ആയിട്ടുള്ള, വളരെ ക്ലോസ് ആയിട്ട് വൗണ്ട് ചെയ്തിട്ടുള്ള ഒരു കോയിലാണ്. കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ മുഖം വെച്ചിട്ട് നോക്കാന്ന് കരുതുക. ഓക്കെ, ഇവിടെ നിന്നാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏത് ഡയറക്ഷനിലായിരിക്കും തോന്നുക? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. റൈറ്റ്, ഇങ്ങനെ ആരോ ഇട്ടിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ ദിസ് ഈസ് നോർത്ത് പോൾ. ആ കറണ്ട് ഇങ്ങനെ കയറി വന്നിട്ട് ഇവിടെ ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്ത് താഴത്തേക്ക് പോവുക. ഈ സൈഡിൽ നിന്ന് നോക്കുന്ന ഒരാളെ സമയത്തോളം അതെന്തായിരിക്കും? ഇത് ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് സൗത്ത് പോൾ. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഒരു കറണ്ട് ലൂപ്പിന് ഒരു മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. സോ we can define a magnetic moment associated with a current loop. Here we are considering the case of electron. Electron has two types of motion. One is orbital motion. It is around the nucleus. The second one is the classical concept is it is spinning around its own axis. Okay, quantum mechanically it is an intrinsic property. ബട്ട് നമ്മൾ ക്ലാസിക്കലി പറയുന്ന സമയത്ത് അത് സ്വയം ആക്സിസിൽ കറങ്ങുന്നു എന്നാണ് പറയുക. അപ്പോൾ അത് ഒരു മോഷനാണ്. സോ അതൊരു ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മോഷൻ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ഓൾസോ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് മൊമെൻറ്റ്. സോ an electron will have two types of magnetic moment, one due to orbital motion, the second one due to spin motion. So first we will consider orbital magnetic moment of electron. Orbital magnetic moment of electron. Orbital magnetic moment of electron. Consider a current an electron revolving around nucleus. This is nucleus. Electron is revolving around the nucleus in a circular orbit of radius r. Okay, magnetic moment, charge of electron E, radius of the orbit r. Okay, time period, time taken to complete one rotation is t. Okay, current in the loop is E by t. Current in the loop is E by t. ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ആണ് കറണ്ട്. ഒരു റൗണ്ട് കറങ്ങാനായിട്ട് ടി സമയം എടുക്കും. കറങ്ങുന്ന ചാർജ് ഇലക്ട്രോൺ ആണ്. സോ കറണ്ട് ഇസ് ഇ ബൈ ടി. മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് എ കറണ്ട് ലൂപ്പ് ഈസ് ഗിവൺ ബൈ, ഇത് നമ്മൾ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്, ഞാൻ വീണ്ടും അത് ഡിറൈവ് ചെയ്യുന്നില്ല. ഐ എ എന്നാണ്. ഐ എ മാഗ്നറ്റിക് മൊമെന്റ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിങ് ലൂപ്പ് ഈസ് ഐ എ. ഇത് നിങ്ങളിപ്പോൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുണ്ടായിരുന്നോ? Where A is area of the loop. Area of loop. If you have n turns in the loop, it will become NIA. Magnetic moment mu becomes NIA. If you have one loop, it is simply IA. Where A is the area of the loop. Okay. Now, what is here area? Here area A is pi r square because it is a circular orbit. It is a circular orbit having radius r.
Therefore, magnetic moment mu is equal to E by T, this is current, into area, that is pi r square. Current into area, so E by T into pi r square. But what is time period? Is the time taken to complete one rotation. Okay, time period is distance traveled divided by velocity. ഒരു സർക്കിൾ കറങ്ങുമ്പോൾ എത്ര ദൂരം കവർ ചെയ്യും? 2πr distance. If the orbital velocity is v, then time period will be 2πr divided by v. So I can write mu as, I am now writing only the magnitude, mu as E divided by 2πr by v into pi r square. This pi will cancel, one of the r will cancel, v will go to numerator, so EVR divided by 2. EVR divided by 2. Okay, multiply in the numerator and denominator by an m. Numerator and denominator ഒരു m കൊണ്ട് multiply ചെയ്യാം. So numerator becomes mvr, denominator 2m. Okay, so this is equal to E by 2m into, what is mvr? What is mvr? Angular momentum. Classically, L is angular momentum is mvr. Okay, എങ്ങനെയാണ് ആംഗുലാർ മൊമെന്റ് mvr ആവുന്നത്? എന്താ ആംഗുലാർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ? ആംഗുലാർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ എന്താ? What is the angular momentum of a point particle? What is the angular momentum of a point particle? L is equal to r cross p. R cross p. ഇതാണ് ആംഗുലാർ മൊമെന്റത്തിന്റെ ബേസിക് ഡെഫിനിഷൻ. So modulus of L is modulus of r cross p. It is r p sin theta. Theta ഇവിടെ എത്രയാണ്? Theta ഇവിടെ എത്രയാണ്? ആറിനും പിക്കും ഇടയ്ക്കുള്ള ആംഗിളാണ്. ആറിനും പിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ആർ ഇങ്ങോട്ടാണ്, പി എന്ന് പറയുന്നത് ഇതിന്റെ മൊമെന്റം ആണ്. ഇത് മൂവ് ചെയ്യുന്ന ടാൻജൻഷ്യലി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വെലോസിറ്റി ടാൻജൻഷ്യൽ ആയിരിക്കും. സോ അതിന്റെ മൊമെന്റവും ടാൻജൻഷ്യൽ ആയിരിക്കും. സോ ആറും പിയും പെർപെൻഡിക്കുലർ ആയിരിക്കും. Therefore, rp sin 90, so it is simply rp. What is p? Momentum of a particle of mass m moving with velocity v is mv. So this becomes rmv or mvr. Therefore, magnitude of mu is E by 2m into magnitude of L. Magnitude of L. Since electron has negative charge, if I write it as a vector equation, mu is equal to minus E by 2m into L. That is magnetic moment due to orbital motion is opposite to angular momentum. Opposite to angular momentum. L in the direction opposite ആയിരിക്കും mu in the direction due to that negative sign. Okay, opposite to angular momentum. Angular momentum magnetic momentന്റെ direction എന്ന് പറയുന്നത് opposite direction ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരിക. If you have angular momentum, this is angular momentum, then your magnetic moment will be different in magnitude. Magnitude എത്ര ടൈംസ് ആയിരിക്കും? E by 2m ആയിരിക്കും. E by 2mന്റെ വാല്യൂ 1നേക്കാൾ കൂടുതലോ കുറവോ എന്നുള്ള അനുസരിച്ച് ലെങ്ത് കൂടുകയോ കുറയോ ചെയ്യാം. ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് mu L. മ്യൂവിന്റെ താഴെ ഒരു എല്ലും കൂടി ഇടുകയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് കാണിക്കാനായിട്ട്. ഓക്കെ, സോ mu L ആൻഡ് L ആർ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ.
ഇനി നമ്മൾ ക്വാണ്ടം മെക്കാനിക്കലി എഴുതുകയാണെങ്കിൽ quantum mechanically what is L root of ഇന്നലെ പറഞ്ഞതാണ് L into L plus 1 h cut. Therefore I can write mu L as E by 2m root of L into L plus 1 h cut. ഇതിൽ h cut എന്ന് പറഞ്ഞാൽ എന്താ? h cut is h by 2 pi root of L into L plus 1. So mu L is equal to EH by 4 pi m, where m is mass of electron, where m is mass of electron into root of L into L plus 1, or that is equal to mu B into root of L into L plus 1. What is mu B? Mu B is EH divided by 4 pi me is called Bohr magneton. Bohr magneton. ഒരു കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 9.27 ഇൻറ്റു 10 to the power minus 24 ആംപിയർ മീറ്റർ സ്ക്വയർ. ആംപിയർ മീറ്റർ സ്ക്വയർ എന്ന യൂണിറ്റ് വരാൻ കാരണം കറണ്ട് ഇൻറ്റു ഏരിയ ആണ്. IA ആണ് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ഇറ്റ് ഈസ് ആംപിയർ മീറ്റർ സ്ക്വയർ. ഓക്കെ, സോ EH by 4 pi me is called Bohr magneton. ഇത് ഒരു മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് മീൻ ബൈ Bohr magneton. ഓക്കെ, Bohr magneton എന്ന് പറയുന്നത് ഈ ഒരു വാല്യൂ ആണ്, മ്യൂ ബി. ഓക്കെ, മ്യൂ ബി എന്നുള്ള വാല്യൂ ആണ് Bohr magneton എന്നുള്ളത്. EH by 4 pi me ആണ് അതിൻ്റെ വാല്യൂ. അത് എല്ലാം ഇയുടെ വാല്യൂ, എച്ചിൻ്റെ വാല്യൂ, MEയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 9.27 ഇൻറ്റു 10 to the power minus 24. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് orbital angular momentum is mu b into root of L into L plus 1. This is magnitude of orbital magnetic moment. Magnitude of orbital magnetic moment. Okay, this can also be written as GL mu b root of L into L plus 1. എന്തുകൊണ്ട് GL എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. GL is actually 1. ഇവിടെ 1 ആണ് GL. It is called Landage factor. It is called Landage factor for orbital motion. സ്പിൻ മോഷൻ്റെ കേസിൽ അതിൻ്റെ വാല്യൂ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊരു കറക്ഷൻ ഫാക്ടറാണ് ലാൻഡേജി ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനില്ല. GLൻ്റെ വാല്യൂ 1 ആണ് ഓർബിറ്റൽ മോഷൻ ആണെങ്കിൽ. അതുകൊണ്ട് ഈ മുകളിലത്തെ ഇക്വേഷൻ തന്നെയാണ് താഴെ എഴുതിയിരിക്കുന്നത്, 1 ആണെന്നുള്ളത്. GLൻ്റെ വാല്യൂ 1 ആണ്. സ്പിൻ മോഷൻ വരുന്ന സമയത്ത് ഇത് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ ആദ്യമേ ഒന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. Z component of magnetic moment. Z component of magnetic moment. What is mu L Z component? Mu L Z component is mu L cos theta, and it is E by 2m root of L into L plus 1 h cut cos theta. But E by 2m h cut into h കട്ടും അവിടെ നിന്നുണ്ട്. E by 2m into what is you have the figure. ഇന്നലെ ഞാൻ പഠിപ്പിച്ചപ്പോൾ വരച്ച ഫിഗറാണ്. This is root L into L plus 1 h cut orbital angular momentum, and its projection is ML h cut. This was angle theta. So from this figure, what is cos theta?
that is cos theta adjacent side divided by hypotenuse. ഇത് ഇന്നലെ നമ്മൾ പലവട്ടം എഴുതിയ ഇക്വേഷനാണ്. ഇവിടെ നോക്കിയാൽ റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 എച്ച് കട്ട് കോസ് തീറ്റയാണ്. സോ ദാറ്റ് ബിക്കംസ് സിംപ്ലി എം എൽ എച്ച് കട്ട്. സോ mu l z component is ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് അവിടെ ഒരു മൈനസ് ഇടാം. സോ mu l z component is മൈനസ് എം എൽ ഇൻറ്റു mu b. എന്താണ് അവിടെ mu b? Mu b is E h cut divided by 2m Bohr magnetron. So Z component of magnetic moment is minus ml. അപ്പോൾ നമ്മളിപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ സെറ്റ് കമ്പോണന്റ് എന്താണെന്ന് പറഞ്ഞു. മാഗ്നറ്റിക് മൊമെന്റിൽ തന്നെ നമ്മൾ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനം, ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ്. Similarly, I can define spin magnetic moment. Spin magnetic moment. Okay. So the electron, if this is the electron, this is spinning about its own axis. If you consider an axis like this, according to classical mechanics, this is spinning with some velocity. Then you will have a spin angular momentum. And opposite to that, you will have a spin magnetic moment. So due to the spinning motion, there is a spin angular momentum S, and exactly opposite to that, you will have a spin magnetic moment. നേരത്തെ ചെയ്ത പോലെ തന്നെ നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ you can write the equation as mu s is equal to minus gs e by 2m into s, where s is square root of s into s plus 1 h cut. So mu s is equal to minus gs into e h cut divided by 2m the root of s into s plus 1 magnitude wise. Okay, here gs is called a Landage factor for spin motion. Landage factors for spin motion. It experimentally, the theoretical and background illa, experimentally it was found that gs is 2. Therefore mu s is minus e h cut divided by m into root of s into s plus 1. Okay, magnitude എഴുതുന്ന സമയത്ത് മൈനസ് എഴുതണമെന്നില്ല. e h cut divided by m root of s into s plus 1, or you can write it as 2 root s into s plus 1 mu b. Mu b is Bohr magnetron. ഒരു 2ന്റെ വ്യത്യാസം വരും. എന്താ കാരണം? ഇവിടെ ജി എസിന്റെ വാല്യൂ ഒരു 2 ആണ്. നേരത്തെ ജി എല്ലിന്റെ വാല്യൂ 1 ആയിരുന്നു. ഇവിടെ ജി എസിന്റെ വാല്യൂ 2 ആവുന്നതുകൊണ്ട് ഒരു 2ന്റെ എക്സ്ട്രാ ഫാക്ടർ വരും. സോ ഇറ്റ് ഈസ് 2 into root of s into s plus 1 mu b. This is the magnitude of spin magnetic moment. The difference between orbital magnetic moment and spin magnetic moment is only this factor of Landage factor. Landage factor for orbital motion is 1. Landage factor for spin motion is 2. Now the Z component of spin magnetic moment. Z component എടുക്കുമ്പോൾ എന്താ വരിക? mu s
z is equal to gs e by 2m. This is actually z component എന്ന് പറഞ്ഞാൽ cos component ആണ്. It is mu s cos theta. So it is gs e by 2m root of s into s plus 1 cos theta h cut. നേരത്തെ വരച്ച പോലെ തന്നെ ഒരു ഫിഗർ വരയ്ക്കാം നിങ്ങൾക്ക്. ദിസ് ഈസ് എ റെഫറൻസ് ഡയറക്ഷൻ, ദിസ് ഈസ് എസ് സ്പിൻ ആംഗുലാർ മൊമെൻറ്റം, അതായത് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 എച്ച് കട്ട്. ദിസ് ഈസ് ഇറ്റ്സ് പ്രൊജക്ഷൻ എം എസ് എച്ച് കട്ട്. ദിസ് ഈസ് ആംഗിൾ തീറ്റ. സോ അഗെയിൻ കോസ് തീറ്റ ഈസ് എം എസ് എച്ച് കട്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 എച്ച് കട്ട്. ഇപ്പോൾ ഇവിടെ എന്ത് എഴുതാം? mu s z component is gs e by 2m into ms h cut, or mu s z is gs is 2, e h cut by 2m is mu b, that is ms. Is it clear? So mu s z can be either plus mu b or mu s z can be minus mu b. എങ്ങനെയാണ്? എം എസിന് രണ്ട് വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ്? ഒന്നുകിൽ പ്ലസ് ഹാഫ് അല്ലെങ്കിൽ മൈനസ് ഹാഫ്. പ്ലസ് ഹാഫ് എടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് പ്ലസ് മ്യൂ ബി, മൈനസ് ഹാഫ് എടുക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് മൈനസ് മ്യൂ ബി. ഓക്കെ, സോ സ്പിൻ ക്യാൻ പോയിന്റ് ഓൺലി ഇൻ ടു ഡയറക്ഷൻ. Spin can point only in two directions, such that the z component is plus mu b or minus mu b. പ്ലസ് മ്യൂ ബി വരികയാണെങ്കിൽ പ്ലസ് ഹാഫ് വരുന്നതിന് പ്ലസ് മ്യൂ ബി വരും. അതിന് നിങ്ങൾ അപ്പ് സ്പിന്നും, മൈനസ് ഹാഫ് വരികയാണെങ്കിൽ മൈനസ് മ്യൂ ബി വരും. അതിനെ നിങ്ങൾ ഡൗൺ സ്പിന്നും വരും. അങ്ങനെയാണ് ഇലക്ട്രോണിന് രണ്ട് സ്പിൻ പറയുക. സ്പിൻ അപ്പും സ്പിൻ ഡൗണും ഉണ്ടാവും. ഓക്കെ, അപ്പ് സ്പിന്നും ഡൗൺ സ്പിന്നും. നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴൊക്കെ പോളി എക്സ്ക്ലൂഷൻ മെത്തേഡൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് അപ്പ് സ്പിൻ ഡൗൺ സ്പിൻ എന്ന് പറഞ്ഞ് ഫില്ല് ചെയ്യുന്നത് ഈ ഒരു ഇതിൽ നിന്നാണ് ബേസിക്കലി വരുന്നത്. അപ്പോൾ നമ്മൾ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞത് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ്. മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് വസ്തുവാണെങ്കിലും അതിന് നിങ്ങൾക്കൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓർബിറ്റൽ മോഷൻ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ദർ വിൽ ബി ആൻ ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെൻറ്റ്. Spin motion can also produce a magnetic field, so there will be a spin magnetic moment also. So since there are two types of magnetic moment, what we can do is we can define a total magnetic moment. നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തിൽ ചെയ്ത പോലെ തന്നെ ഒരു മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ കേസിൽ ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡിഫൈൻ ചെയ്യും. ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് മ്യൂ ജെ എന്നാണ് എഴുതുക. ടോട്ടൽ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് മ്യൂ ജെ, and mu j is gj e by 2m into vector j. ഈ ഇലക്ട്രോണിക് ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെ വരും. സോ യു ക്യാൻ, ഇഫ് യുവർ j is like this, vector j, your mu j will be opposite. Your mu j will be opposite. And gj is called Landage factor for total magnetic moment. Okay, Landage factor for total magnetic moment, and its value is given by 1 plus j into j plus 1 plus s into s plus 1 minus l into l plus 1 divided by 2 times j into j plus 1. So it is a complicated relation. The derivation of this
we will do in the next class. Okay, as of now I will define this like this. If you consider special cases, case 1, spin is 0, spin is 0, only orbital motion, only orbital motion എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക? സ്പിൻ 0 ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഇവിടെ സ്പിൻ 0 എന്ന് പറഞ്ഞാൽ എസ് 0 കൊടുക്കുക. ഓക്കെ, സോ എസ് ഈക്വൽ ടു 0, ജെ ഈക്വൽ ടു എൽ പ്ലസ് എസ് is equal to L. So what is Gj? 1 plus L into L plus 1 plus 0 minus L into L plus 1 divided by 2 into L into L plus 1. What is the answer? L into L plus 1 minus L into L plus 1 0 out. So answer will be 1. Case 2, orbital motion is 0. Orbital motion 0. That is L equal to 0. So J simply L plus S equal to S out. അപ്പോൾ ജി ജെ എന്ത് വരും? 1 പ്ലസ് ജെ ഇപ്പോൾ എസ് ആണ്. സോ എസ് ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 മൈനസ് 0 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് 1. എത്ര കിട്ടും ആൻസർ? എസ് ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് എസ് ഇൻറ്റു എസ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 എസ് ഇൻറ്റു എസ് പ്ലസ് 1. താഴെയുള്ള 2 എസ് ഇൻറ്റു എസ് പ്ലസ് 1 ആയിട്ട് വെട്ടിക്കളഞ്ഞാൽ 1 കിട്ടും. 1 പ്ലസ് 1 2 വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത രണ്ട് കാര്യങ്ങളും എത്തി. സ്പിൻ 0 ആണെങ്കിൽ ഓർബിറ്റൽ മോഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ലാൻഡേജി ഫാക്ടർ ഫോർ ഓർബിറ്റൽ മോഷൻ 1 ആണ് കിട്ടിയത്. ഇവിടെ അത് തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്ത് ഓർബിറ്റൽ മോഷൻ ഇല്ല, സ്പിൻ മാത്രമേ ഉള്ളൂ എങ്കിൽ ലാൻഡേജി ഫാക്ടർ ഫോർ സ്പിൻ മോഷൻ 2 എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇവിടെ അത് 2 തന്നെ കിട്ടും. സോ ദിസ് ഈസ് എ ജനറൽ എക്സ്പ്രഷൻ. If electron has both orbital motion and spin motion, Landage factor is given by this expression. If you put S equal to 0, you will get Landage factor for orbital motion. If you put L equal to 0, you will get Landage factor for spin motion. They are respectively 1 and 2. General Landage factor is given by this expression. 1 plus J into J plus 1 plus S into S plus 1 minus L into L plus 1 divided by 2 J into J plus 1. Okay, so I have mu j equal to magnitude of mu j equal to Gj E by 2m root of j into j plus 1 h cut, or that is equal to Gj mu b root j into j plus 1. This is the magnitude of total magnetic moment. Total magnetic moment. Okay. Now you can find the z component. Z component of total magnetic moment. നേരത്തെ ചെയ്തപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് mu j z component is mu j cos theta, it is Gj mu b root j into j plus 1 cos theta. Again you have a reference direction, you have a root of j into j plus 1 h cut, and the projection is mj h cut. This is theta, so cos theta is mj divided by root j into j plus 1. Therefore root j into j plus 1 cos theta is mj. So mu j യുടെ z component എന്ന് പറയുന്നത് എത്ര വരിക? Gj mj mu b. Gj mj mu b. Okay, so I'll summarize all this. First one is orbital.
Second one is spin. Third one is total. Orbital, it is mu L. Mu L is minus E by 2m minus E by 2m. You have one GL also. Minus GL E by 2m into L. Magnitude wise, it is magnitude of mu L is GL E by 2m GL E by 2m into root of L into L plus 1 h cut. GL is 1, therefore magnitude of mu L is mu B into root L into L plus 1, where mu B is EH by 4 pi ME is called Bohr magnetron. Its value is 9.27 into 10 to the power minus 24 ampere meter square. The projection of that along z direction is simply mu B into ML, where ML can take values minus L to plus L. Any doubt? Is it clear? Similarly, mu S is minus GS E by 2m into S. Magnitude of mu S is minus ഒന്നും പിന്നെ ഇടണ്ട GS E by 2m. S ന്റെ magnitude root S into S plus 1 h. So GS is 2. Magnitude of mu S is therefore mu B 2 mu B. 2 mu B into root of S into S plus 1. S is half, so you can substitute that value also. S is half, therefore mu S is root 3 mu B. Root 3 mu B. The component of mu S in the Z direction is 2 mu B ms. Ms can take two values, plus half or minus. Total is mu j. Mu j is minus gj E by 2m into vector j. Magnitude of mu j is gj E by 2m root of j into j plus 1 h cut. But the value of gj is little bit complicated. 1 plus j into j plus 1 plus s into s plus 1 minus L into L plus 1 divided by 2 times j into j plus 1. Okay. So magnitude of mu j is gj mu b root j into j plus 1. Okay. What about the component? Mu j of z is gj mu b mj. gj mu b, where mj can take values minus j up to plus j. Okay, that is all about the magnetic moments of electron. So an electron has three types of magnetic moment, two types of magnetic moment, that is orbital magnetic moment and spin magnetic moment. So you can express a total magnetic moment, the vector sum of these two. Okay, I will stop now.